നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു ദ ആഫ്റ്റർ എ ലോങ് കാലത്തിന് ശേഷം എത്ര അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് ഈ ഒരു ഡൈനോസർ വെച്ചിട്ടാണ്, കാർണോടോറസ്. ഇതേ സെയിം ഡൈനോസർ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടതും. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡൈനോസർ ഇല്ലേ, കാർണോടോറസ് ആണെങ്കിൽ നമുക്ക് ടീം അപ്പ് ആവാം, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടാണ് വരുന്നത് കാർണോടോറസ് ആണോ അവിടെ നമ്മൾ ചെറുതാട്ടോ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറ്റ കടിക്കുള്ളൂ നമ്മൾ റിസ്ക് എടുക്കാൻ നോക്കുന്നില്ല. ഓ അതാണ്ടില്ലേ അപ്പോൾ ലേക്ക് അടിക്കാത്ത ആൾക്കാരുടെ ലേക്ക് അടിക്കാം. നമ്മുടെ ലേക്കാർക്ക് ആ മണ്ടൻ അങ്ങോട്ട് പോയി, മണ്ട അങ്ങോട്ട് വേടാ തൊണ്ടയിൽ ഇട്ട് പിടിക്കണം. ഒന്നുകൂടെ ഭീഷണിപ്പെടുത്തി വെക്കാം. ടാക്ടിക്സ് ആയിട്ടേ നേരെ പോയി അമാലിൻ്റെ ബാക്ക് കൂടി ഇങ്ങനെ വരാനുള്ള പ്ലാനാ. നമ്മുടെ മണ്ട അറിയില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ള ഇങ്ങനെ പോയിട്ട് ഒറ്റ കടിക്കുള്ളൂ. ഞാൻ എൻ്റെ അഹങ്കാരം ഇവിടുന്നുണ്ട് കുരിശിട്ട് പോകാൻ പറ്റുമോ? ബാക്കിലുണ്ട് ധൈര്യം പിടിക്കടാ, ധൈര്യം പിടിക്കടാ. പണ്ടൊരു ചാടാറിയില്ല. നല്ല ഡൈനോസർ കളി ചാടടാ, ധൈര്യം ചാടടാ. ആ ഡൈനോസറിൻ്റെ പേര് അറിയുന്നവരുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. വലിയ ഐഡിയ ഇല്ല, എന്തൊരു സോഴ്സാണ്. അവിടെ വല്ല ഡൈനോസർ ഉണ്ടാവും, പറയാൻ പറ്റില്ല. അങ്ങനത്തെ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ മറ്റേ മുതലുണ്ടാവും, മുതൽ സോറസ്. എന്താ ഇവിടെ എന്തോ കണ്ടു. ഒരു കുട്ടി ഡൈനോസർ അവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ വേറെ ആടോ, ഇത് ആടൊക്കെ ഉണ്ടപ്പോൾ ശരി. ആട് ഈ ഡൈനോസർ ഓടിച്ചാണെന്ന് തോന്നുന്നു. അതാരാ പറയൂ, റാപ്റ്ററാണെന്ന് തോന്നുന്നു. റാപ്റ്റർ ഫൈറ്റ്. ഇല്ലല്ല, അങ്ങനെ ഓടാൻ പാടില്ലല്ലോ. ചത്തി അത്രേ ഉള്ളൂ. മണ്ടനിപ്പോൾ അവിടെ നിന്ന് വന്നേ. ഓ ഇവൻ്റെ അടുത്ത് കളിക്കുന്നത് നടക്കില്ല കേട്ടോ. അത്യാവശ്യം വലിയ ഡൈനോസർ. ഓ ബ്ലീഡിംഗ് ഇല്ലേ എടാ, ഞാൻ ഒന്ന് റാപ്റ്ററിനെ തിന്നുന്നേ. ഉപ്പുണ്ടതായ കളർ അടിപൊളിയല്ലേ, ഒരു തീൻ്റെ കളറൊക്കെ പോലെ നൈസ്. അപ്പോൾ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫൈറ്റ് എടുക്കുന്നത് ബുദ്ധിയല്ല. അവൻ ആ ഫുഡ് തിന്നോട്ടെ. നമുക്കൊരു കാര്യം, ഇവിടെ ഒരു ആടിനെ കണ്ടില്ലേ, അതിൻ്റെ പിടിച്ചാലോ. എടാ ഓടറാ. ഇതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടോ നോക്കട്ടെ. ബാക്കി ഇറച്ചി ഉണ്ടെങ്കിൽ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല. അതിൻ്റെ എല്ല് പോലും ആ ചോര വരെ കുടിച്ചു പോകുന്നുണ്ടില്ല. ഉപ്പില്ലാണ്ട് കഷ്ടപ്പെട്ട് കൊന്ന് അതിൻ്റെ നിന്ന് അടിയൊക്കെ വാങ്ങിയിട്ട് കുപ്പിന് ഇറച്ചി മൊത്തം അടിച്ചു പോയി. കാര്യം ചെയ്യാം, ഇവിടെയുള്ള ആടിനെ കിട്ടുമെന്ന് നോക്കാം. ആടെങ്കിൽ ആടിനെ തിന്ന് ജീവിക്കാതെ ഇപ്പം പോയില്ല. ഇപ്പം നമുക്കൊരു ഭീഷണിയാവുന്നുള്ളത് ഒരു ഡൗട്ടില്ല. ആടിൻ്റെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ വാലിലോട്ട് കടിച്ചു പിടിവിടണ്ട. അത് ആടിനും പിടിച്ച് ഏടാ ഇങ്ങനെയുള്ള ഫുഡൊക്കെ അതാ തോന്നുന്നത്. ഇപ്പോൾ വയറ്റിൽ ചോപ്പ് ലേറ്റാത്താൻ തുടങ്ങും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയിട്ട് വല്ല മുതൽ സോറസ് കിട്ടുമോ, ചെറിയ മുതൽ സോറസ്, അതാണ് നല്ലത്. ഇതിനെ പോയി പോലെ ഓക്കെ. വിശന്ന പുല്ലും തിന്നുമെന്ന് അറിയില്ലേ, അതേപോലെ വിശന്ന ഡൈനോസർ വല്ല പുല്ലും തിന്നുമെന്ന് അവർക്ക് കഴിഞ്ഞപ്പോൾ ഡൈനോസർ ഓക്കെ. അപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. വെള്ളം കുടിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ കറക്റ്റ് നോക്കിയിട്ട് മാനിക്കിപ്പോൾ ഒരേറ്റ കടിയിട്ട് കൊടുത്താലോ, നല്ലൊരു ഐഡിയ അല്ലേ? അത് ഞാൻ യോജിക്കുന്നു 100%. ഓക്കെ, നമ്മൾ പതുക്കെ ഇരിക്കണം ഇങ്ങനെ അല്ലേ. നമ്മൾ പതുക്കെ ഇരുന്നിട്ട് ബാക്ക് കൂടി പോയി പതുക്കെ പോയി ഓക്കെ. ഒരു കടി കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ